ഇന്ന് ഓഗസ്റ്റ് 1 സ്വിറ്റ്സർലാൻഡിൻ്റെ ദേശീയ ദിനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ മാസത്തിൽ തന്നെയാണ് സ്വിസിൻ്റെയും നാഷണൽ ഡേ എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും നാട്ടിലെ പോലെയുള്ള ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടോ അതോ അതിൽ കൂടുതലുണ്ടാകുമോ, ഇതൊക്കെ ഒന്ന് അറിയാനാണ് സൂറിക് സെൻറ്ററിൽ വന്നത്. പക്ഷേ ഇവിടെ കണ്ടത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണ്. വീഡിയോ മുഴുവനായി കണ്ടാൽ ആ കാഴ്ചകൾ നിങ്ങൾക്കും ആസ്വദിക്കാം. 1291 3 ക്യാൻട്ടണുകൾ ചേർന്നിട്ട് രൂപപ്പെട്ടതാണ് മോഡേൺ സ്വിറ്റ്സർലാൻഡ്. അത് ഓർമ്മപ്പെടുത്താനാണ് ഓഗസ്റ്റ് 1 സ്വിസ് ദേശീയ ദിനമായി ആചരിക്കുന്നത്. ഇന്നിവിടെ പൊതു അവധിയാണ്. പലർക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു അവസരമാണ്. നമ്മുടെ റിപ്പബ്ലിക് ഡേ പോലെ തന്നെയാണ്. പക്ഷേ നാട്ടിലെ പോലെ ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് വലിയ ശബ്ദമൊന്നും ഉണ്ടാകില്ല. ഞാനൊരു 10 മിനിറ്റോളം നടന്ന് ലിമ്മത്ത് നദിയുടെ തീരത്തെത്തി. ഇതുവരെയും പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് ഒന്നും എവിടെയും കണ്ടില്ല. ലിമ്മത്ത് റിവർ കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ 2 കരകളിലുമായാണ് സൂറിക് നഗരത്തിൻ്റെ ആത്മാവുള്ളത്. സോ ഈ ഭാഗത്തായിരിക്കും ആഘോഷങ്ങൾ ഉണ്ടാവാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഉള്ളതിലും വെള്ളവും ഒഴുക്കും ഇന്ന് ലിമ്മത്തിലുള്ളതായി എനിക്ക് തോന്നി. ഇനി വെറും തോന്നലാണോ അറിയില്ല. എന്തായാലും ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി നോക്കാം. അവധി ദിവസമാണെങ്കിലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. കാരണം ഈ ബ്രിഡ്ജ് മുഴുവൻ ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ്. അതിന് കാരണമുണ്ട്. കാരണം ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അത്രയ്ക്ക് മനോഹരമാണ്. ഒരുപാട് വട്ടം കണ്ട കാഴ്ചകളായതുകൊണ്ട് തന്നെ ഞാനധികം ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. സ്ട്രീറ്റുകളെല്ലാം പൊതുവെ ശാന്തമാണ്. സാധാരണ ദിവസങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു തിരക്ക് എവിടെയും അനുഭവപ്പെടുന്നില്ല. ഇന്നിവിടെ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഇവിടുത്തുകാരല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെയുള്ളവരെല്ലാം ഈ ദിവസം വീടുകളിൽ ഇരുന്നാണ് ആഘോഷം. പൊതുവെ ഇവർ അങ്ങനെയാണ്. എല്ലാം കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നവരാണ്. റെക്ലത്ത്, ഫോൺഡ്യൂ പോലെയുള്ള ഇവരുടെ ട്രഡീഷണൽ ചീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീടുകളിൽ കൂടാൻ ഇഷ്ടമുള്ളവരാണ് ഇവിടുത്തുകാർ. പിന്നെ ഇന്നൊരു ഫ്രൈഡേ ആണ്. അതുകൊണ്ട് നാളെ സാറ്റർഡേ ഇവിടെ ഭൂരിഭാഗം ഓഫീസുകളും അവധിയായിരിക്കും. അപ്പോൾ ഈവനിങ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ സെലിബ്രേഷൻസ് കൂടുതൽ. ഈ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയ ക്ലോക്ക് ടവറാണ്. ഈ ചേട്ടൻ വെള്ളം പിടിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ. മൊത്തത്തിൽ ശാന്തമായ ഒരു അവധി ദിവസം. പരേഡുകളോ വാദ്യമേളങ്ങളോ എവിടെയും കാണാനില്ല. കടകളും ഓഫീസുകളും ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ഇനിയും കുറച്ചും കൂടെ നടന്നു നോക്കാം എന്നാണ് തീരുമാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ലോക്ക് ടവറിൻ്റെ വ്യൂ പോയിന്റിലാണ്. എൻ്റെ പിന്നിൽ ക്ലോക്ക് ടവറും ലിമ്മത്ത് റിവറും കാണാം. എവിടെയോ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഒരു സോവനീറൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട് കേട്ടോ. അതിൽ നല്ല തിരക്കുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ദൈ വരുന്നത് ഇവിടുത്തെ സിറ്റി ടൂർ ബസ്സാണ് കേട്ടോ. വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു ബസ്സാണ്. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ പോലെയുള്ള ഈ ബിൽഡിങ്സിൻ്റെ എല്ലാം ഇടയിലൂടെ ധാരാളം വഴികളുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കാം. ഒരുപാട് ഹോട്ടൽസും കഫറ്റീരിയകളും ഒക്കെ ഈ വഴികളിലുണ്ട്. എല്ലാ ബിൽഡിങ്സിൻ്റെയും മുകളിൽ സ്വിസ് ദേശീയ പതാക കാണാം. പൊതുവെ ഇവരുടെ ഫ്ലാഗ് എല്ലായിടത്തും കാണാറുണ്ട്. എന്നാൽ ഇന്ന് ഒരുപാട് ഫ്ലാഗുകൾ കാണുന്നുണ്ട്. നാഷണൽ ഡേ പ്രമാണിച്ചാണ് എന്നാണ് തോന്നുന്നത്. ചിലരൊക്കെ ഫ്ലാഗ് കയ്യിൽ പിടിച്ചും പുറത്ത് കെട്ടിയും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. അതെന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ സ്വിറ്റ്സർലാൻഡ് എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ ദേശീയ ദിനം എങ്ങനെയാണെന്ന് സൂറിച്ച് നഗരത്തിലൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ചിലപ്പോൾ അടുത്ത നാഷണൽ ഡേ കാണാൻ ഞാൻ ഈ നാട്ടിലുണ്ടായില്ലെങ്കിലോ. ഇവിടെ വരാത്തവർ പോലും എൻ്റെ പിന്നിൽ കാണുന്ന ഈ 2 ടവറുകൾ ചിത്രങ്ങളിൽ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. സൂറിക് നഗരത്തിൻ്റെ ഈ വേറിട്ട കാഴ്ചകൾ കണ്ടു നടക്കുന്നത് നല്ലൊരു ഫീലാണ്. ഈ ഭാഗത്ത് എത്തിയപ്പോൾ മുതൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് ഫോളോ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഞാൻ. ഒടുക്കം ഞാനത് കണ്ടുപിടിച്ചു. ഇവരാണ് ആ ശബ്ദത്തിന് പിന്നിൽ. കയ്യിൽ കാണുന്ന ആ ചെറിയ കുഴൽ വെച്ച് ഇവരിവിടെ ആളുകളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ ഇവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറിക് നഗരത്തിൽ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അതിലൊന്നാണിത്. ബെൻസിൻ്റെ ജി വാഗൻ പോലെ തോന്നിക്കുന്ന 2 വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആർമി വണ്ടികളാണെന്ന് തോന്നുന്നു. ഇത്ര ദൂരം നടന്നിട്ടും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഇനി കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള ഇടവഴികളിലൂടെയാണ് യാത്ര. ഈ ഇടവഴികളിലെല്ലാം ഫ്ലാഗുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. സാധാരണ കാണുന്നതിൽ കൂടുതൽ ഫ്ലാഗുകൾ നമുക്ക് കാണാം. കടകളെല്ലാം അവധിയാണ്. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഇടവഴികളിലൊന്നും അധികം ആളുകളില്ല. സാധാരണ ഇവിടെ ഇങ്ങനെയല്ല. പക്ഷേ ഇന്ന് ആളുകൾ പൊതുവെ കുറവാണ്. ഇതൊരു ഗ്ലൗസിൻ്റെ ഷോപ്പാണ്. ഗ്ലൗസുകൾക്ക് വേണ്ടി മാത്രമുള്ള കട. പക്ഷേ അതും അവധിയാണ്. ഇതൊരു ഹോട്ടലാണ്. ഈ നടവഴികളിലെല്ലാം നല്ല രീതിയിൽ ഫ്ലാഗ്സ് നമുക്ക് കാണാം. ഇത് നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഫ്ലാഗ്സാണ്. ഇതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇങ്ങനെ നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ലിൻഡൻഹോഫ് എന്ന് പറയുന്ന ഒരു കുന്നും പ്രദേശത്തോട്ടാണ്.
അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ലിമ്മത്ത് നദിയുടെയും നേരത്തെ കണ്ട ടവറുകളുടെയും എല്ലാം നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പാർക്ക് പോലെയാണ്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്ക് പതിവുള്ളതാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം കുറവാണ് തിരക്ക്. അപ്പം ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ നിന്ന് കാണാൻ അതിമനോഹരമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള പല സൂറിക് നഗരത്തിൻ്റെ ചിത്രങ്ങളും ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ലിൻഡൻഹോഫിൽ നിന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. അവിടെയും സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അവിടുന്ന് തിരിച്ചിറങ്ങുന്ന വഴിയാണിത്. അവിടെ ചെറിയൊരു ഫൗണ്ടൈൻ പോലെ വെള്ളം വരുന്നുണ്ട്. ഞാൻ അവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. നാഷണൽ ഡേ ആഘോഷിക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ സൂറിക് നഗരത്തിൻ്റെ ഉച്ചസമയത്തെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചത്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷവും എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളുടെ പ്രത്യേകതയാവും അവിടെ ആയിരിക്കില്ല യഥാർത്ഥ ആഘോഷങ്ങൾ. സൂറിച്ച് നഗരക്കാഴ്ചകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം. അത് സാധിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.